ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായം 13 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത്. സമാന്തര സുവിശേഷങ്ങളുടെ മധ്യഭാഗത്തായിട്ട് പ്രത്യക്ഷപ്പെടുന്ന, മറ്റു ഭാഷയിൽ പറഞ്ഞാൽ ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ മധ്യഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു സംഭവമാണ് കേസറിയ ഫിലിപ്പിയിലെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം. 1.5 വർഷം നീണ്ടു നിന്ന തൻ്റെ പരസ്യ ജീവിതം ജനങ്ങളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയത് എന്ന് അറിയുവാനും, തൻ്റെ പ്രവർത്തന ശൈലിയിൽ എത്രമാത്രം ജനം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നും മാറ്റങ്ങൾ അനിവാര്യമാണോ എന്നുമൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഈശോ തൻ്റെ 12 അംഗ സംഘത്തെ ചേർത്ത് പിടിച്ച് അവരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതിന് ഈശോയ്ക്ക് കിട്ടിയ ഉത്തരം പക്ഷെ അത്ര തൃപ്തികരമായിരുന്നില്ല. അവിടത്തേക്ക് പ്രവാചകനാണെന്ന്, ജെറമിയായാണെന്ന്, ഏലിയായാണെന്ന് എന്നൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞു വെക്കുന്ന ജനത്തിൻ്റെ റിപ്പോർട്ട് ഈശോ അത്ര പോസിറ്റീവായിട്ടല്ല എടുക്കുക. 3 വർഷക്കാലത്തെ പരസ്യ ജീവിതത്തിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു സ്പെഷ്യൽ കോച്ചിങ് കൊടുത്ത്, കഥകളിലൂടെ, ഉപമകളിലൂടെ പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങളും വ്യക്തിപരമായി വ്യാഖ്യാനിച്ചു കൊടുത്ത് തന്നോട് ചേർത്ത് പിടിച്ച ഈ 12 അപ്പസ്തോലന്മാർ അവരെന്താണ് ഈശോയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാണ് അവിടുത്തെ 2ാമത്തെ ചോദ്യം. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് പത്രോസ് കൊടുത്ത വളരെ ക്ലാസിക്കലായിട്ടുള്ള ഒരു ഉത്തരമുണ്ടല്ലോ. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, നീ ക്രിസ്തുവാണ് എന്നൊക്കെ പറയുന്ന ഉത്തരം. ഈ ഉത്തരം ഉറക്കെ പ്രഖ്യാപിച്ചത് പത്രോസാണ്. പത്രോസിൻ്റെ ഈ പ്രഖ്യാപനത്തിന് ഈശോ കൊടുക്കുന്ന വ്യാഖ്യാനം, പത്രോസേ, നീ ഈ ഉത്തരം പറഞ്ഞത് മാനുഷികമായ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ചിന്തകൾ കൊണ്ടല്ല. ഇത് ദൈവം നിന്നിൽ പ്രവർത്തിച്ചതാണ്. നിന്റെ അധരങ്ങളിൽ ദൈവം കോറിയിട്ടതാണ് ഈ ഉത്തരം. കർത്താവായ പിതാവായ ദൈവം വെളിപ്പെടുത്തിയത് പത്രോസ് ഉറക്കെ പറഞ്ഞതാണ്. അവൻ ദൈവപുത്രനാണെന്ന് പിന്നീട് യോഹന്നാൻ്റെ സുവിശേഷം അവസാന വാക്കുകളിൽ നാം തിരിച്ചറിയുന്നുണ്ട്. തോമാസ് ലീഹായിലൂടെ ആ പ്രഖ്യാപനത്തിന് കുറച്ചുകൂടെ കൃത്യമായ അർത്ഥപരിവേഷം വന്നു. നീ ദൈവമാണ്. പത്രോസ് ലീഹായുടെ ഉത്തരത്തിന് ഈശോ ഒരിക്കൽ കൂടെ അദ്ദേഹത്തെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേലാണ് ഞാൻ സഭ സ്ഥാപിക്കുക. വീണ്ടും അവിടുന്ന് ആവർത്തിച്ചു, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പത്രോസിലൂടെ 12 അപ്പസ്തോലന്മാർക്ക്, അവരിലൂടെ, അവരുടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പിന്നീട് മെത്രാന്മാർക്ക്, അവരുടെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പുരോഹിതർക്കൊക്കെ ദൈവം കൊടുത്ത പാപമോചനത്തിൻ്റെ അധികാരം ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. ഒരു വ്യക്തിയുടെ പാപത്തെ മോചിക്കുവാനും ബന്ധിക്കുവാനുമുള്ള അധികാരം പൗരോഹിത്യത്തിലൂടെ ഈശോ തൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഓരോ വ്യക്തിക്കും നൽകുകയാണ്. ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ കുമ്പസാരത്തിൻ്റെ പ്രസക്തി കൃത്യമായി വിളിച്ചോതുന്ന ഒരു തിരുവചന ഭാഗം. കുമ്പസാരത്തിലൂടെ ഒരു വൈദികൻ്റെ അടുക്കൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ, ആ വൈദികൻ നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ
എത്ര കൊടിയ പാപിയാണെങ്കിലും അവൻ്റെ പാപം ദൈവം എടുത്തു മാറ്റുമെന്നുള്ള ആത്മാർത്ഥമായ ഉറപ്പുള്ള വിശ്വാസം ഈശോ പ്രഖ്യാപിക്കുകയാണ്. ചുമ്മാ ഏറ്റുപറയലല്ല, ഹൃദയം കൊണ്ട് താൻ ചെയ്തത് തെറ്റാണ് എന്ന് മനസ്തപിച്ചുകൊണ്ട് ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ അവൻ പറയുന്ന കുമ്പസാരിക്കുന്ന കാര്യങ്ങൾ ദൈവം അതിൻ്റെ പൂർണ്ണതയിൽ അംഗീകരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്ന ശുശ്രൂഷ പുരോഹിതർക്ക് ഈ അധികാരമുണ്ട് എന്നതിനെക്കുറിച്ച് ഗർവ് കാണിക്കാനല്ല ഇന്ന് തിരുവചനം ഈശോ നമ്മുടെ മുമ്പിൽ നൽകുക. നമ്മൾ കുമ്പസാരക്കൂടുകൾ തേടുന്നവരാകണമെന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ നിരവധിയായ പാപങ്ങൾ, വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്യുന്ന പാപങ്ങൾ, അവയൊക്കെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഇടവക ദേവാലയങ്ങളിലെ കുമ്പസാരക്കൂടുകളിലേക്ക് ദൈവജനം ഓടിയെത്തണമെന്ന് അവിടുന്ന് ഓർമ്മിപ്പിക്കുകയാണ്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് തന്നെ ശ്രമിച്ച ജനത്തോട് അവിടുന്ന് പറഞ്ഞപ്പോൾ യഹൂദ പാരമ്പര്യമനുസരിച്ച് യോഹന്നാനും മറ്റുമൊക്കെ നൽകിയിരുന്ന സ്നാനത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് അവിടുന്ന് വിരൽ ചൂണ്ടുന്നു. മാനസാന്തരത്തിൻ്റെ ദൃശ്യമായ അടയാളമായി അനുതാപത്തിൻ്റെ കുമ്പസാരത്തെ, അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനത്തെ പ്രഖ്യാപിച്ച ഈശോ അതൊരിക്കൽ മാത്രം നടത്തപ്പെടുന്നൊരു ശുശ്രൂഷയാണ് എന്നും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പാപങ്ങൾ ആവർത്തിക്കപ്പെട്ടാൽ അതിന് കുമ്പസാരക്കൂടുകളാണ് അഭയം ഗമിക്കേണ്ട മേഖലയെന്ന് ഓരോ ക്രിസ്ത്യാനിയും ഓർമ്മപ്പെടുത്തുന്ന സഭയുടെ പഠനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് വേണം ഈ സാഹചര്യത്തെ നമ്മൾ വിലയിരുത്താൻ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നവനാണല്ലോ ക്രിസ്ത്യാനി. ആ പ്രഖ്യാപനം അവൻ നടത്തിക്കഴിഞ്ഞാൽ അവൻ ക്രിസ്തുവിൻ്റെ സ്വന്തമാവുക. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ക്രിസ്തു മാർഗത്തിലൂടെ ചരിക്കാൻ നിയോഗിക്കപ്പെട്ട ഓരോ ക്രിസ്ത്യാനിയും തൻ്റെ ചെറുതും വലുതുമായ പാപങ്ങൾ കുമ്പസാരക്കൂട്ടിൽ ഏറ്റുപറഞ്ഞ് അവയ്ക്ക് പരിഹാരം തേടുമ്പോൾ, പാപമോചനം നേടുമ്പോൾ അവൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് തീരുന്നു എന്ന് ഈശോ പരസ്യമായി പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുമ്പസാരക്കൂടുകളെ സ്നേഹിക്കാൻ ആഗ്രഹിക്കാം. കുമ്പസാരക്കൂട്ടിലേക്ക് ഓടി അണയാൻ ആഗ്രഹിക്കാം. നമ്മുടെ ബലഹീനതകൾ, നമ്മുടെ ശാരീരിക വൈകല്യങ്ങൾ, മാനസിക അസന്തുലിതാവസ്ഥ ഒക്കെ നമ്മളെ നയിക്കുന്ന പാപവഴികൾ നിത്യനാശത്തിലേക്കല്ല നമ്മളെ കൊണ്ടുപോകുന്നതെന്നും മാനസാന്തരത്തിൻ്റെ, അനുതാപത്തിൻ്റെ, കണ്ണീരിൻ്റെ, പശ്ചാത്താപത്തിൻ്റെ വികാരങ്ങളുമായി കുമ്പസാരക്കൂട്ടിലേക്ക് നാം അണയുമ്പോൾ ദൈവം നമ്മുടെ നിരവധിയായ പാപങ്ങൾ പോക്കുമെന്ന്, അത് തൻ്റെ പ്രിയപ്പെട്ട പുരോഹിതരിലൂടെ നിർവഹിക്കുമെന്ന് ഈശോ വാക്ക് തരുമ്പോൾ വലിയ ബോധ്യത്തോടെ, വലിയ വിശ്വാസത്തോടെ നമുക്ക് കുമ്പസാരക്കൂടുകളിലേക്ക് അണയാൻ. പ്രിയപ്പെട്ടവരെ, കുമ്പസാരക്കൂട്ടിൽ നമുക്കറിയാം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുമ്പസാരക്കൂട്ടിലേക്ക് നാം അണയുന്നത് ഈ കുമ്പസാരക്കൂടിനുള്ളിലിരിക്കുന്നത് എൻ്റെ തമ്പുരാൻ കർത്താവാണ് എന്ന ബോധ്യത്തിലാണ്. കർത്താവേ, എൻ്റെ പാപങ്ങൾ, അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളും ഞാൻ പറഞ്ഞു എന്ന് നമ്മൾ പറയുന്നത് തമ്പുരാനോടാണ്. തമ്പുരാൻ വൈദികരെ തൻ്റെ ഉപകരണമാക്കി മാറ്റുന്നു. തമ്പുരാൻ്റെ നാവ് അവരിലൂടെ സംസാരിക്കുന്നു. നിൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു വൈദികനാണ് നമ്മളോട് പറയുന്നത് എങ്കിൽ കൂടി അത് ക്രിസ്തുവിൻ്റെ വാക്കുകളായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പാപമേഖലയിലെ വിടുതൽ പ്രാപിച്ച് തമ്പുരാൻ്റെ സ്വന്തമായി സ്വർഗത്തിന് അവകാശികളായി തീരാനുള്ള നല്ല തീരുമാനം ഈശോയ്ക്ക് നമുക്ക് കൊടുക്കാം. അവിടെ നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.